സ്നേഹത്താൽ പ്രേരിതരായി യേശുവിനെ പോലെ സേവനത്തിൻ്റെ മാതൃകയിൽ പ്രവർത്തിക്കുകയാണ് വിശ്വസനീയമായ സുവിശേഷ പ്രഘോഷണം ആവശ്യപ്പെടുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിൽ രൂപം കൊണ്ട തിരുഹൃദയത്തിൻ്റെ വൈദികർ എന്ന പുരോഹിത സമൂഹത്തിൻ്റെ 25ാമത് ജനറൽ ചാപ്റ്ററിൽ സംബന്ധിച്ചവരെ വത്തിക്കാനിൽ സ്വീകരിച്ച് സംസാരിക്കവെയാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. മുൻവിധികളുടെ പ്രലോഭനങ്ങളെ അതിജീവിച്ചും പ്രതിസന്ധികളെ തരണം ചെയ്തും ക്രിയാത്മകമായ പ്രവർത്തികളിലൂടെയും നിശ്ചയദാർഢ്യത്തോടെയും ക്രൈസ്തവ സാക്ഷ്യമേകാൻ സാധിക്കണമെന്നും പാപ്പ വൈദികരെ ഉദ്ബോധിപ്പിച്ചു. ക്രൈസ്തവമായ സാക്ഷ്യം നൽകുന്നതിന് സഹായകമായ രീതിയിൽ ജീവിക്കാൻ ഐക്യം എന്ന അനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കണം. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഐക്യം എന്ന ദാനമാണ് പിതാവിനോട് അപേക്ഷിച്ചത്. എന്നാൽ ഐക്യം നമ്മുടെ മാത്രം പ്രവൃത്തിയുടെ ഫലമല്ല, ദൈവസഹായമുണ്ടെങ്കിലേ അതിലേക്കെത്താൻ സാധിക്കൂ എന്നും പാപ്പ പറഞ്ഞു. വ്യക്തിപരവും സമൂഹത്തോടൊത്തുമുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യവും തിരുഹൃദയ വൈദികരെ പാപ്പ ഓർമ്മിപ്പിച്ചു. കൂടാതെ വചനം ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, ആരാധന, കൗദാശികമായ ജീവിതം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ തൻ്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും മുന്നിൽ പതറാതെ ദൈവത്തിൽ ശരണമർപ്പിച്ച് കർത്താവിനോടൊത്ത് മുന്നോട്ട് പോകണമെന്ന് വൈദികരെ ഓർമ്മിപ്പിച്ച പാപ്പ അപ്പസ്തോലന്മാർക്കും ഇതുപോലെയുള്ള നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അനുസ്മരിച്ചു. പ്രലോഭനങ്ങളുടെ നിമിഷങ്ങളിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി കർത്താവിനോടൊത്തായിരിക്കാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു.